എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് അവർ BLO ഈ ഫോം 4-ാം തീയതി എല്ലാ വീടുകളിലും എത്തിക്കും. അവർ 40 വയസ്സിന് മുകളിലൊരു പിന്നെ അത് അവരുടെ വീട്ടിൽ ആളില്ലെങ്കിലും ഒരാളുണ്ടായാൽ മതി. അവരും എല്ലാം വാങ്ങിയിട്ട് അവരുടെ വീട്ടിലെ എല്ലാവരും വാങ്ങിയിട്ട് അവർ തന്നെ ഒപ്പിട്ട് കൊടുത്താൽ മതി. വീട്ടിൽ ഒരാൾ ഒപ്പിട്ട് അപ്പൊ എനിക്ക് സംശയമുള്ളത് ഈ പ്രവാസികൾ വലിയൊരു ആശങ്കയില്ല. കാരണം അവര് പലരും ലിസ്റ്റിൽ പേരില്ല. ലിസ്റ്റിൽ പേരുള്ള ആളുകളാണെങ്കിൽ പോലും അവര് നാട്ടിലില്ല. പല കുട്ടികളും ഡൽഹിയിലും ആന്ധ്രയിലും അല്ലെങ്കിൽ പല ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ പോയ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കും ഒരു ആശങ്ക ഉണ്ട്. കാരണം നമ്മൾ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ഇനി അത് വലിയ വിഷയമാകും എന്നുള്ളത്. അപ്പൊ നമുക്ക് അവർക്ക് പകരമായിട്ട് വീട്ടിൽ നിന്ന് ആളുകൾ അവരിപ്പോ 2005 പട്ടിക അധികം പേര് 2005 പട്ടികയിലെങ്കിലും കിടന്നു കഴിയാണ്. ഇപ്പൊ 18 വയസ്സായാലും ഇപ്പൊ 2007 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർ മാത്രമേ കയറാം. അതിന്റെ മുമ്പ് 2006 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരൊക്കെ ഇത് പട്ടികയിൽ കയറിയിട്ടുണ്ടാവും അധികം പേര്. അവരൊക്കെ വീട്ടിൽ നിന്ന് ഒരാൾ അവരെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പിന്നെ ആധാർ കാർഡോ അല്ലെങ്കിൽ SLC ഇല്ലാത്തവരും ഇപ്പോൾ പഠിക്കാനൊന്നും SLCന്റെ ഇതിലോട്ട് അവര് എന്നിട്ട് മുതിർന്ന ഒരു പൗരൻ അല്ലെങ്കിൽ മുതിർന്ന ഒരാൾ അവർ പിന്നെ തന്നെ ഒപ്പിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താണ്. അല്ല ഈ വോട്ടർ പട്ടികയിൽ പേര് ഇതുവരെ പേരില്ലാത്ത ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കാതെ വന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രവാസിയായതിന്റെ പേരിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോയതിന്റെ പേരിൽ പല കാരണങ്ങൾ കൊണ്ട് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത അവർക്ക് ഈ കരട് വോട്ടർ പട്ടിക പിന്നെ ഇറങ്ങുന്നുണ്ട്. ഡിസംബറിന് ശേഷം ഡിസംബർ 9 ശേഷം കരട് വോട്ടർ പട്ടിക ഇറങ്ങും. ആ കരട് വോട്ടർ പട്ടികയിൽ ഇതിൽ ആരൊക്കെ വന്നു, SCR കഴിഞ്ഞ ശേഷം ആരൊക്കെ വന്നു, അതിനുശേഷം 1 മാസത്തോളം ജനുവരി 4 വരെ പിന്നെ ആക്ഷേപം ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അത് ഓൺലൈനായി ചെയ്യാം. നമ്മൾ ഇതുവരെ അപ്പോൾ നമ്മൾ ഈ മരവിപ്പിച്ചതൊക്കെ ഓൺലൈൻ സംവിധാനമൊക്കെ ഇതിപ്പോൾ മരവിപ്പിച്ചിട്ട് അതൊക്കെ പിന്നെ വീണ്ടും ഓപ്പൺ ആവും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ BLO വരുമ്പോൾ അവരെടുത്ത് കൊടുത്താലും ഫോട്ടോ ഇതൊക്കെ കൊടുത്താലും അവർ തന്നെ ചെയ്യാനുള്ള. അല്ല ഈ BLO വരുന്ന സമയത്ത് വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളുകളാണെങ്കിൽ പോലും ഫോട്ടോ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതല്ലല്ലോ നിർബന്ധമില്ല. അതെന്താ വെച്ചാൽ ഫോട്ടോ മാറ്റാൻ പഴയ ഫോട്ടോകൾ ഉണ്ടാവും. ആർക്കും നിർബന്ധമുള്ള കേസില്ല. അത് നിർബന്ധമില്ല. അത് BLOന്റെ ഫോമിൽ തന്നെ പറയാൻ നിർബന്ധമില്ല. അവർക്ക് വേണമെങ്കിൽ ഫോട്ടോ നമുക്ക് എൻ്റെ ഫോട്ടോ മാറ്റണമെങ്കിൽ നമുക്ക് BLOയുടെ എടുത്താൽ അവർ സ്കാൻ ചെയ്തൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മള് സാഹചര്യം വെച്ചിട്ട് നമ്മൾ ബോധവാന്മാരാവണമെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല ആശങ്കപ്പെട്ട കേരളത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം അങ്ങനത്തെ അപ്പൊ ഞാൻ പ്രത്യേകിച്ച് അവർക്കുള്ള നിർദ്ദേശം ഒരാളെ പോലും അനാവശ്യമായിട്ട് BLOമാർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരാളെ പോലും വോട്ടർ ലിസ്റ്റിൽ നിന്ന് പിന്നെ ഇതായിട്ട് മാറ്റരുത്. പിന്നെ വേറെ അങ്ങനെ ഒരു ആശങ്കപ്പെടുന്നുണ്ട് കേരളത്തിന്റെ സാഹചര്യത്തിൽ. ആയിക്കോട്ടെ, താങ്ക് യു. ഓക്കെ.